അന്തരിച്ച പ്രശസ്ത നടൻ സലീം കുമാറിന് എറണാകുളം ജില്ലയിൽ സ്മാരകം നിർമ്മിക്കുന്നതിന് 1 കോടി രൂപ വകയിരുത്തുന്നു. പ്രശസ്ത ഗസൽ ഗായകനായിരുന്ന ഉമ്പായിയുടെ നാമധേയത്തിൽ മ്യൂസിക് അക്കാദമി സ്ഥാപിക്കുന്നതിന് പ്രാരംഭ ചെലവുകൾക്കായി 1 കോടി രൂപ വകയിരുത്തുന്നു. കോതമംഗലം നിയോജകമണ്ഡലത്തിലെ ചേലാട് ഒരു അന്താരാഷ്ട്ര സ്റ്റേഡിയം നിർമ്മിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കും. മലപ്പുറം താലൂക്ക് ആശുപത്രിയെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ജനറൽ ആശുപത്രിയാക്കി ഉയർത്തുന്നതിനും കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള പ്രാഥമിക ചെലവുകൾക്കായി 5 കോടി രൂപയും മലപ്പുറത്ത് ആധുനിക രീതിയിലുള്ള ക്യാൻസർ സെൻറ്റർ സ്ഥാപിക്കുന്നതിനുള്ള പ്രാഥമിക ചെലവുകൾക്കായി 10 കോടി രൂപയും വകയിരുത്തുന്നു. എറണാകുളം മെഡിക്കൽ കോളേജിൻ്റെ നവീകരണത്തിനായി 10 കോടി രൂപ, കൊല്ലം ചിന്നക്കടയിൽ സ്കൈവേ, അർബൻ പാർക്ക് എന്നിവ നിർമ്മിക്കുന്നതിനുള്ള പ്രാഥമിക ചെലവുകൾക്കായി 5 കോടി രൂപ വകയിരുത്തുന്നു. കൂട്ടായി റെഗുലേറ്ററി കം ബ്രിഡ്ജ് നവീകരണത്തിന് നടപടി സ്വീകരിക്കുന്നതിനാണ് ഇതിനായി 5 കോടി രൂപ വകയിരുത്തുന്നു. ശ്രീനാരായണ ഗുരുദേവന് ഡൽഹിയിൽ പ്രതിമയും സാംസ്കാരിക കേന്ദ്രവും സ്ഥാപിക്കുന്നതിനായി 1 കോടി രൂപ വകയിരുത്തുന്നു. KUWGA നടപ്പാക്കുന്ന വിവിധ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ സാമ്പത്തിക സഹായം നൽകും. നോൺ ജേർണലിസ്റ്റ് പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. ചാലക്കുടിയിൽ പനമ്പള്ളി ഗോവിന്ദമേനോൻ സ്മാരകം നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. ഇതിനായി 1 കോടി രൂപ വകയിരുത്തുന്നു. മഹാകവി ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ 150-ാം ജന്മദിന ആഘോഷങ്ങളുടെ ഭാഗമായി ഉള്ളൂർ സ്മാരക ലൈബ്രറി ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന് പ്രത്യേക സാമ്പത്തിക സഹായമായി 25 ലക്ഷം രൂപ വകയിരുത്തുന്നു. പെരിന്തൽമണ്ണ നിയോജകമണ്ഡലത്തിലെ ഓരാടം പാലം മാനത്തുമംഗലം ബൈപ്പാസ് റോഡ് നിർമ്മാണത്തിൻ്റെ ഭാഗമായി പ്രഥമഘട്ട സ്ഥലമെടുപ്പ് പൂർത്തിയാക്കുന്നതിന് 10 കോടി രൂപ വകയിരുത്തുന്നു. ആതിരപ്പള്ളിയിലെ ഇക്കോ ഫ്രണ്ട്ലി ഡൈനാമിക് ലൈറ്റിംഗ് പദ്ധതിക്കായി 5 കോടി രൂപ വകയിരുത്തുന്നു. പെരിയാർ വാലി ഇറിഗേഷൻ പ്രോജക്റ്റ് പദ്ധതിയുടെ അറ്റകുറ്റ പ്രവർത്തികൾക്കായി 5 കോടി രൂപ വകയിരുത്തുന്നു. അടിയന്തര സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുന്നതിനും മറ്റ് പ്രധാനപ്പെട്ട പദ്ധതികൾക്കുമായി ഓരോ ജില്ലാ കളക്ടർമാർക്കും പ്രതിവർഷം 50 ലക്ഷം രൂപ കോർപ്പസ് ഫണ്ടായി അനുവദിച്ചുകൊണ്ട് ജില്ലാ കളക്ടർ ഫണ്ട് രൂപീകരിക്കുന്നതിനാണ്. ഇതിനായി 7 കോടി രൂപ വകയിരുത്തുന്നു. ഇതിൻ്റെ വിനിയോഗം സംബന്ധിച്ച വിശദമായ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നതാണ്. ബാലരാമപുരം നാവായിക്കുളം റിംഗ് റോഡ് പദ്ധതിക്കായി പ്രാരംഭമായി 100 കോടി രൂപ വകയിരുത്തുന്നു. ചാലിശ്ശേരി CHC കെട്ടിടത്തിനായി 2 കോടി രൂപ. തൃത്താല നിയോജകമണ്ഡലത്തിൽ KR നാരായണൻ സിവിൽ സർവീസ് അക്കാദമിക്കായി 50 ലക്ഷം രൂപ വകയിരുത്തുന്നു. യശസ്വരീയനായ മുൻ മുഖ്യമന്ത്രി R. ശങ്കറിന് പട്ടത്ത് സ്മാരക മന്ദിരം നിർമ്മിക്കുന്നതിന് R. ശങ്കർ ഫൗണ്ടേഷൻ ഓഫ് കേരളയ്ക്ക് 1 കോടി രൂപ വകയിരുത്തുന്നു. സർ, സംസ്ഥാന ചരക്ക് സേവന നികുതി വകുപ്പിനെ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി കൂടുതൽ അതിനെ മാറ്റം ഉണ്ടാക്കും. ഡാറ്റ ഡ്രിവൻ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം നടപ്പിലാക്കും. ഇതിനായി 30 കോടി രൂപ വകയിരുത്തുന്നു. ലോട്ടറി വകുപ്പിൽ ഒരുപാട് മാറ്റങ്ങൾ സമഗ്രമായ പുനഃസംഘടിപ്പിക്കും. സമ്മാനഘടന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഇലക്ട്രോണിക് പോയിൻ്റ് ഓഫ് സെയിൽ മെഷീനുകൾ ഏർപ്പെടുത്തുന്നതാണ്. സർ, ജീവനക്കാരുടെ സംബന്ധിച്ച് സംസ്ഥാന ജീവനക്കാരുടെ DA, പെൻഷൻകാരുടെ DR എന്നിവ മുടക്കം കൂടാതെ നൽകും. ലീവ് സറണ്ടറിൻ്റെ കാര്യത്തിൽ ഉചിതമായ ഒരു തീരുമാനം കൈക്കൊള്ളും. ജീവനക്കാരുടെ ആരോഗ്യ സുരക്ഷാ പദ്ധതിയായ മെഡിസെപ്പ് സമഗ്രമായി പരിഷ്കരിക്കും. മുൻ സർക്കാർ പ്രഖ്യാപിച്ച അശ്വേർഡ് പെൻഷൻ പദ്ധതിയിൽ അവ്യക്തത നിലനിൽക്കുന്നു. ആയതിനാൽ ഇത് സംബന്ധിച്ച വിലയിരുത്തൽ നടത്തിയതിനു ശേഷം നിലവിലുള്ള NPS പെൻഷൻ സംവിധാനം പരിഷ്കരിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും. സർ, വിഭവ സമാഹരണം, ചരക്ക് സേവന നികുതി വകുപ്പ്, ഫ്ലഡ് സെസ് കുടിശ്ശിക തീർപ്പാക്കൽ പദ്ധതി 2026. പ്രകൃതി ദുരന്തങ്ങൾ മൂലം സംസ്ഥാനത്തിന് ആവശ്യമായ അതീവ വിഭവ സമാഹരണത്തിനായി 2019 ഏർപ്പെടുത്തിയ GST ബാധകമായ ബിസിനസ് ടു കൺസ്യൂമർ സപ്ലൈകളിൽ 1% ഫ്ലഡ് സെസ് ഈടാക്കിയിരുന്നു. ഫ്ലഡ് സെസ്സിൻ്റെ കാലാവധി അവസാനിച്ചെങ്കിലും അതുമായി ബന്ധപ്പെട്ട നിരവധി കുടിശ്ശിക നിലവിലുണ്ട്. അതുകൊണ്ട് ഇത്തരം കുടിശ്ശികൾ തീർപ്പാക്കുന്നതിന് അവസരം വേണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചിരിക്കുന്നതിനാൽ വ്യാപാരികൾക്ക് ആശ്വാസം നൽകുന്നതിന് ഫ്ലഡ് സെസ് കുടിശ്ശിക തീർപ്പാക്കൽ പദ്ധതി 2026 എന്ന ആംനസ്റ്റി പദ്ധതി പ്രഖ്യാപിക്കുന്നു. ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്ന നികുതിദായകർക്ക് കുടിശ്ശികയുള്ള ഫ്ലഡ് സെസ് മാത്രം ഒടുക്കുന്ന പക്ഷം അതുമായി ബന്ധപ്പെട്ട പലിശയും പിഴയും പൂർണ്ണമായി ഒഴിവാക്കുന്നതാണ്. ഈ പദ്ധതി പ്രകാരം കുടിശ്ശിക തീർപ്പാക്കുന്നതിനുള്ള അവസാന തീയതി 2027 മാർച്ച് 31 ആയിരിക്കും. ചെറുകിട നികുതി കുടിശ്ശിക തീർപ്പാക്കൽ പദ്ധതി. GST നിയമം വരുന്നതിന് മുമ്പുള്ള വിവിധ നികുതി നിയമങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി കുടിശ്ശികൾ നിലനിൽക്കുന്നുണ്ട്. പല കുടിശ്ശികളും വളരെ പഴക്കമേറിയതും ചെറിയ തുകകൾ ഉൾപ്പെടുന്നവയും ആണ്. സർ, അതുകൊണ്ട് കേരള സർചാർജ് ഓൺ ടാക്സസ് ആക്ട് തുടങ്ങിയ നിരവധി നിയമങ്ങളുമായി ബന്ധപ്പെട്ട പഴയകാല നികുതി നിയമങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള 2017-18 സാമ്പത്തിക വർഷം വരെയുള്ള നികുതി നിർണയ ഉത്തരവുകളിൽ 50,000-ന് മുകളിൽ വരുന്നതും എന്നാൽ 2 ലക്ഷം കവിയാത്തതുമായ നികുതി തുകയുള്ള കുടിശ്ശികകളെ അവയുടെ പിഴയും പലിശയും അടക്കം പൂർണ്ണമായി ഒഴിവാക്കും.
ഈ ആനുകൂല്യം 2027 മാർച്ച് 31 വരെ തീർപ്പാക്കുന്ന നികുതി നിർണയ ഉത്തരവുകളിലെ നികുതി കുടിശ്ശികകൾക്കും ബാധകമായിരിക്കും. എന്നാൽ ഈ ആനുകൂല്യം കേരള പൊതുവിൽപ്പന നികുതി നിയമം 1963 പ്രകാരമുള്ള മദ്യവിൽപ്പനയുമായി ബന്ധപ്പെട്ട കുടിശ്ശികകൾക്ക് ബാധകമായിരിക്കില്ല. വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ വിൽപ്പന നികുതി നിരക്ക്. സംസ്ഥാനത്ത് വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ വിപണനം അനുവദിക്കുന്നതിനായി 2022-23 അബ്കാരി നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലയളവിൽ വിദേശ മദ്യചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. പ്രസ്തുത ഭേദഗതി പ്രകാരം 0.5% മുതൽ 20% വരെ ആൽക്കഹോൾ വീര്യമുള്ള ബിയറും വൈനും ഒഴികെയുള്ള മദ്യ ഉൽപ്പന്നങ്ങളെ ലോ ആൽക്കഹോളിക് ബിവറേജ് എന്ന ഒരു പ്രത്യേക വിഭാഗമായി പരിഗണിച്ചിട്ടുണ്ട്. ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന മദ്യ ഉൽപ്പന്നങ്ങളുടെ നികുതി ഘടനയിൽ വ്യക്തത വരുത്തുന്നതിനായി അവയ്ക്ക് അനുയോജ്യമായ വിൽപ്പന നികുതി നിരക്ക് കേരള പൊതുവിൽപ്പന നികുതി നിയമപ്രകാരം നിശ്ചയിക്കേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിൽ 0.5% മുതൽ 10% വരെ വീര്യമുള്ള ഇത്തരം ഉൽപ്പന്നങ്ങൾക്ക് 120% വിൽപ്പന നികുതി നിരക്കും 10% മുതൽ 20% വരെ വീര്യമുള്ളവയ്ക്ക് 175% വിൽപ്പന നികുതി നിരക്കും നിശ്ചയിക്കുന്നു. ചരക്ക് സേവന GST കൗൺസിലിൻ്റെ ശുപാർശയെ തുടർന്ന് കൊണ്ടുവന്ന 2026 യൂണിയൻ ഫിനാൻസ് ആക്ട് പ്രകാരം 2017 കേന്ദ്ര ചരക്ക് സേവന നികുതി നിയമത്തിൽ ഉൾപ്പെടുത്തിയ ഭേദഗതികൾക്കനുസൃതമായി 2017 കേരള സംസ്ഥാന ചരക്ക് സേവന നികുതി നിയമത്തിലും ഭേദഗതികൾ വരുത്തും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.